അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പല ആളുകളും തൗബ ചെയ്യാനും മടിയുള്ള ആളുകളാണ് അല്ലേ. തൗബ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ മുൻനിർത്തി ഇസ്തിഗ്ഫാറുകളൊക്കെ ചൊല്ലി അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഖേദിച്ച് മടങ്ങലാണ്. അതിനാണ് തൗബ എന്ന് പറയുന്നത്. ആ ഒരു തൗബ ചെയ്യാൻ നമുക്കൊക്കെ മടിയാണ്. നിസ്കരിച്ചാൽ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടുന്ന ആളുകൾ, നമുക്ക് ആർക്കോ വേണ്ടി നിസ്കരിച്ചു പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി, അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പല ആളുകളും. അപ്പോൾ ഇവിടെ പറയുന്നത് തൗബ നമ്മൾ ചെയ്യും, നമുക്ക് തൗബ ചെയ്യാൻ ഭാഗ്യം ഉണ്ടാകും, പിന്നെയോ സന്തോഷവും റാഹത്തും അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഇത് ഏത് സ്വപ്നം കണ്ടാലാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോൾ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് പറഞ്ഞത്, അത് ഏത് സ്വപ്നം കണ്ടാലാണ് അങ്ങനെ വരുന്നതാണ് പറയുന്നത്. ആർത്തവക്കുളി സ്വപ്നം കണ്ടാൽ, ആർത്തവക്കുളി ഉണ്ടല്ലോ, സ്ത്രീകളുടെ ആർത്തവക്കുളി, അത് സ്വപ്നം കണ്ടാൽ അത് ശുദ്ധിയായതിനു ശേഷം കുളിക്കുമല്ലോ എന്തായാലും. അപ്പം അങ്ങനെ കുളിക്കുന്നതായിട്ട് അങ്ങനെ സ്വപ്നത്തിൽ കാണാണ്. ഇതൊരു സ്ത്രീ സ്വപ്നം കണ്ടാലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 110 പേജിൽ പറയുന്നുണ്ട്. ഒരു സ്ത്രീ ആർത്തവക്കുളി അങ്ങനെ സ്വപ്നത്തിൽ കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം വളരെ സന്തോഷകരമാണ്. ഖേദിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വ്യാഖ്യാനം നല്ല അതിനുള്ളത്. എന്താണ് പറയുന്നത്? അവൾ തൗബ ചെയ്ത് മടങ്ങുന്നോളും. ആ സ്വപ്നം കണ്ട പെണ്ണുണ്ടല്ലോ, അവൾ എന്താകും? തൗബ ചെയ്ത് മടങ്ങും. അതുപോലെ തന്നെ അവൾക്ക് നല്ല സന്തോഷവും റാഹത്തും ജീവിതത്തിൽ ഉണ്ടാകും. നല്ല സന്തോഷവും റാഹത്തും. പിന്നെ അങ്ങനെ അവൾ ജീവിതത്തിലുടനീളം അത് കിട്ടിക്കൊണ്ടിരിക്കും എന്നൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനത്തിലൂടെ മഹാനായ നാവൽസി എന്നവർ പറയുന്നത്. ഇനി തൗബ ചെയ്യൽ ഇക്കാലത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അനിവാര്യമായ ഒന്നാണ്. ദിവസവും തൗബ ചെയ്യണം എന്ന് പറഞ്ഞ മഹാന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അതിന് അവസരം കിട്ടലും വലിയ ഭാഗ്യം തന്നെയാണ്. തൗബ ചെയ്യാനുള്ള അവസരം കിട്ടുക, അവസരം ഒരുങ്ങുക എന്നൊക്കെ പറയും വലിയ ഭാഗ്യമാണ്. ചില ആളുകൾ റമളാനിലൊക്കെ പള്ളിയിലൊക്കെ തൗബ ഉണ്ടാവും. അപ്പോൾ പള്ളിയിൽ എത്താൻ തന്നെ ഭാഗ്യമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതന്നെ പറഞ്ഞത്, അതിനൊരു ഭാഗ്യം വേണം, എന്നാലും നമ്മൾ അതിന് ചെയ്യുള്ളൂ, തൗബ ചെയ്യുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.